അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് ഏതിനെപ്പറ്റിയായിരിക്കും? തുടരും എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ബുക്കിംഗ് തുടങ്ങി. രാവിലെ 10 മണിക്ക് തന്നെ തുടരും എന്ന സിനിമയുടെ ബുക്കിംഗ് ഏതായാലും തുടങ്ങി. അപ്പം ഏപ്രിൽ 25-ന് എല്ലാവരും കാത്തിരിപ്പാണ് തുടരും എന്ന ചിത്രം കാണാൻ വേണ്ടി. അപ്പോൾ ഇതിനകത്ത് ചിലവരിരുന്ന് പറയും, ഞങ്ങൾ കാത്തിരിക്കത്തൊന്നുമില്ല, നിങ്ങളും കാത്തിരിക്കും. കാരണം എന്താണെന്നാണ് അറിയാമോ? ഈ പടം ഇറങ്ങിക്കഴിഞ്ഞിട്ട് അതിൻ്റെ ന്യൂനതകൾ പൊക്കി പിടിച്ചുകൊണ്ട് ഇതും പൊട്ടിപ്പോയേ എന്ന് പറയാൻ വേണ്ടി നിങ്ങളും കാത്തിരിക്കും. അപ്പം ഏതായാലും മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും കാത്തിരിപ്പിൻ്റെ എന്താ പറയുന്നത്, ആ ത്രില്ലിലാണ്. എന്താണ് തരൺമൂർത്തി നമുക്കായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നറിയാൻ വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അപ്പം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, മോഹൻലാലിൻ്റെ ഈ ചിത്രം എന്നെ സംബന്ധിച്ച് വളരെയധികം പ്രതീക്ഷ നൽകുന്നൊരു ചിത്രമാണ്. ഞാൻ വളരെ അധികം എന്താ പറയുന്നത്, ആകാംക്ഷയോട് കാത്തിരിക്കുന്ന ചിത്രമാണ്. അപ്പം 25-ാം തീയതി 10 മണിക്ക് ചിത്രം കണ്ടതിന് ശേഷം മാത്രമേ എൻ്റെ ആ ആകാംക്ഷ തീരുകയുള്ളൂ. അപ്പം നല്ലൊരു ചിത്രം കിട്ടുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് എനിക്ക്. അപ്പോൾ ഇതിനിടയിൽ ഇന്ന് രാവിലെ ബുക്കിംഗ് തുടങ്ങി എന്നുള്ള വാർത്തകൾ ഇന്നലെ തന്നെ നമ്മൾ വിട്ടിരുന്നു. അപ്പം ബുക്കിംഗ് തുടങ്ങിയപ്പം എമ്പുരാൻ്റെ എമ്പുരാൻ എവിടെ നിർത്തിയോ അവിടുന്ന് തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഒരു കുടുംബ ചിത്രത്തെ എമ്പുരാൻ്റെ ലെവലങ്ങ് വേറെയായിരുന്നു. നമ്മൾ ലക്ഷങ്ങളുടെ മണിക്കൂറിൽ ലക്ഷങ്ങളിലേക്ക് കണക്ക് കേട്ടതാണ്. പക്ഷെ ആ ലെവലൊന്നും അല്ല. എന്നാലും ഒരു കുടുംബ ചിത്രത്തെ സംബന്ധിച്ച് കിട്ടാവുന്നതിൻ്റെ മാക്സിമം അതുക്ക് മേലെ ഒരു കളക്ഷൻ തന്നെ ആയിരിക്കാം തുടരും എന്ന ചിത്രത്തിന് കിട്ടാൻ പോകുന്നത് എന്ന് നമുക്ക് ഏകദേശം ഉറപ്പായിരിക്കുകയാണ്. കാരണം ടിക്കറ്റ് വിൽപ്പന തുടങ്ങി. ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഏകദേശം 10,000 ടിക്കറ്റിലേക്കൊക്കെ മണിക്കൂറിലെത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. 2000 തുടങ്ങി 4,000, 5,000, 6,000, 7,000, 8,000, 9, 10, 11 ഈ റേഞ്ചിലേക്കൊക്കെ ടിക്കറ്റ് വിൽപ്പന പോയി. അതൊരു വേറെ ഒരു കുടുംബ ചിത്രത്തെ സംബന്ധിച്ച് ആരും പ്രതീക്ഷിക്കാത്ത ഒരു വിൽപ്പനയാണ് നടന്നത്. ഒരുപക്ഷെ അതിൻ്റെ നിർമ്മാതാക്കൾ പോലും വിചാരിച്ച് കാണത്തില്ല ഇങ്ങനെ ഒരു വിൽപ്പന, ടിക്കറ്റ് ബുക്കിംഗ് ഉണ്ടാകും എന്ന് ഇവരാരും വിചാരിച്ച് കാണത്തില്ല അല്ലേ. ഇപ്പം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, എമ്പുരാൻ എഫക്റ്റ് ഈ ചിത്രത്തിന് അനുകൂലമായിട്ട് വരും എന്ന് ഏകദേശം ഉറപ്പാണ്. പിന്നെ നാളെ ഒരു ദിവസം കൊണ്ടാണ് ടിക്കറ്റ് ബുക്കിങ്. പ്രീസെയിൽ ഇനത്തിൽ നമ്മൾ ഞാൻ പ്രതീക്ഷിക്കുന്ന തുകയെന്ന് പറഞ്ഞാൽ 2 കോടിക്ക് മുകളിലുള്ള ഒരു തുക തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിന് കാരണമുണ്ട്. ഇന്ന് വൈകുന്നേരം 5 മണി 6 മണി ആയപ്പോൾ ഇതിൻ്റെ പ്രീസെയിൽ ബുക്കിങ്ങിൻ്റെ കളക്ഷൻ വന്നു കഴിഞ്ഞപ്പം 1 കോടി കടന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ ചിലവർക്കൊക്കെ കുരു പൊട്ടും. അത് സർവ്വസാധാരണ, എന്ത് ചെയ്യാൻ. അവർക്കൊക്കെ 1 കോടിയൊക്കെ കടക്കാൻ വേണ്ടി 2 ദിവസമൊക്കെ പിന്നിട്ടില്ലേ. ഇത് 1 കോടി കടന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത്. ഇപ്പോഴേ തുടങ്ങും, തള്ളാണ്. അവൻ വന്ന് തള്ളാൻ തുടങ്ങി. തള്ളൊന്നുമല്ല, ബുക്ക് മൈ ഷോയിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള വിവരം കിട്ടും. അപ്പം 1 കോടി കടന്നു എന്നുള്ള വാർത്തയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ടിക്കറ്റ് ബുക്കിംഗ് ഏകദേശം 50,000 ടിക്കറ്റിന് മുകളിലുള്ള വിൽപ്പന നടന്നു കാണാനാണ് സാധ്യത. വൈകുന്നേരം അല്പം കൂടെ കൂടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നാളെയാണ് ഇതിലും വിൽപ്പന കൂടാനുള്ള സാധ്യതയാണ്. അങ്ങനെ നാളെ കൊണ്ട് 1 കോടി പ്രീസെയിൽ ഇനത്തിൽ കിട്ടുകയാണെങ്കിൽ ഇത് 2 കോടി പ്രീസെയിൽ ബുക്കിങ്ങിലൂടെ ആയിരിക്കാം ചിത്രം കേരളത്തിൽ പ്രദർശനം ആരംഭിക്കുന്നത്. 2 കോടി 2 കോടിക്ക് മുകളിൽ. അപ്പോൾ അതുക്കും മേലെ പോവുകയാണെങ്കിൽ നമ്മളെ ഞെട്ടിപ്പിക്കും അല്ലേ. അങ്ങനെ ഈ ആദ്യ ദിന കളക്ഷൻ ഒരു പോസിറ്റീവ് ഒക്കെ കിട്ടുവാണെങ്കിൽ ഏത് ലെവൽ വരെ വേണമെങ്കിൽ പോവാം. മോഹൻലാൽ ചിത്രത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. പോസിറ്റീവ് റിവ്യൂ കിട്ടിക്കഴിഞ്ഞാൽ പോകുന്നതിൻ്റെ ലെവലിന് ഭയങ്കര നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറമായി. നെഗറ്റീവ് കിട്ടിയാലും സ്റ്റഡി കളക്ഷൻ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് ലാൽ ചിത്രങ്ങളുടെ ഒരു പ്രത്യേകത. അത് ഇവിടെ ആവർത്തിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം ലാലേട്ടൻ്റെ മോഹൻലാലിൻ്റെ തരൺമൂർത്തി ചിത്രം തുടരുമെന്ന ലാലേട്ടൻ ചിത്രത്തിൻ്റെ എന്താ പറയുന്നത്, എത്രമാത്രം ആകാംക്ഷയോടാണ് ആൾക്കാർ കാത്തിരിക്കുന്നതിനുള്ള ഒരൊറ്റ ഉദാഹരണമാണ് ഈ ടിക്കറ്റ് കളക്ഷൻ നമുക്ക് കാണുന്നത്. വിദേശ രാജ്യങ്ങളിലെല്ലാം തന്നെ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, എമ്പുരാനൊരു വാതിൽ തുറന്നിട്ടിട്ടുണ്ട്. മലയാള സിനിമയ്ക്കൊരു മാർക്കറ്റ്, അത് പലരും കാണാതെ പോയ കാര്യമാണ്. അതിലൂടെയാണ് ഇപ്പം തുടരും ഇടിച്ചു കയറുന്നത്. കാനഡയിലായാലും എമ്പുരാൻ റിലീഫ് ചെയ്ത മിക്കവാറും സ്ഥലങ്ങളിലെല്ലാം തുടരും എന്ന് പറയുന്ന ചിത്രം റിലീഫ് ചെയ്യുന്നുണ്ട്. അതും
നേരത്തെയൊക്കെ മലയാള സിനിമ റിലീസ് ചെയ്ത തിയേറ്ററുകളുടെ എണ്ണം കൂടുതലാണ്, ഷോയുടെ എണ്ണം കൂടുതലാണ്. ഇതിനൊക്കെ ഒരു മികച്ച കളക്ഷൻ തന്നെയാണ് തുടരും എന്ന ചിത്രവും പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ എമ്പുരാൻ്റെ കളക്ഷൻ നമ്മൾ കണ്ടു. അപ്പം എല്ലാ സിനിമകൾക്കും, മലയാളത്തിൽ ഇനി ഇറങ്ങുന്ന എല്ലാ സിനിമകൾക്കും അന്യ ദേശങ്ങളിൽ മാർക്കറ്റ് ഉണ്ട്. അതാണ് എമ്പുരാൻ എന്ന ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ വിജയമായിട്ട് ഞാൻ കാണുന്നത്. അതുതന്നെയാണ് എമ്പുരാൻ എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ഏറ്റവും വലിയൊരു വിജയമായിട്ട് ഞാൻ കാണുന്നത്. അപ്പം തുടരുമെന്ന ചിത്രം എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ലയോ, തുടരുമെന്ന ചിത്രത്തിനെ ഞാൻ വളരെ പോസിറ്റീവായിട്ട് കാണാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് തരുൺമൂർത്തിയുടെ മുൻകാല ചിത്രങ്ങൾ, അതുപോലെ പുതുമുഖമെന്ന് എനിക്ക് തോന്നുന്നു സുനിൽ എന്ന് പറയുന്ന വ്യക്തിയുടെ തിരക്കഥ, അതുപോലെ ഈ 6 കൊല്ലം എടുത്തു ഈ തിരക്കഥ പൂർത്തീകരിക്കാൻ. അത് ലാലേട്ടന് ആദ്യമേ തന്നെ വലുതായിട്ട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നത്. ഇഷ്ടപ്പെട്ട കഥയൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല അല്ലേ. കഴിഞ്ഞ ഒരു പടം, അതിൻ്റെ എന്താ പറയുന്നത്, അതിൻ്റെ നായകന് വല്ലാതെ ആ പടം അങ്ങ് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം ഈ വന്ന തിരക്കഥാകൃത്തിനോട് നീ തന്നെ സംവിധാനം ചെയ്താൽ മതിയെന്ന് ആത്മാർത്ഥതയോട് പറയുകയും അവസാനം സംവിധാനം ചെയ്ത് 8 നില പൂട്ടിയ കഥയും നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ ഇഷ്ടപ്പെട്ടു എന്നുള്ള കഥയൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല, എവിടെ വരെ ചെന്ന് നിൽക്കുമെന്നുള്ള. പിന്നൊരു കുടുംബചിത്രമാണ്. അതുപോലെ ശോഭനയും മോഹൻലാലും ഒന്നിക്കുന്ന ആ കോംബോ മലയാള പ്രേക്ഷകർക്കെല്ലാം ഇഷ്ടപ്പെട്ട ഒരു കോംബോയാണ്. നാടോടിക്കൊറ്റ് മുതൽ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവരുടെ ചിത്രങ്ങളിലെല്ലാം സൂപ്പർ ഹിറ്റായിരുന്നു. ഇതിനകത്ത് എനിക്ക് രസകരമായിട്ട് തോന്നിയത് തരുൺമൂർത്തി ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്, പിന്നെ നമ്മൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ ശോഭന പറയുന്നതാണ്, നീ നമ്മൾ രണ്ടുപേരും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, ലാലേട്ടൻ്റെ 2 തോളത്ത് കയറിയിരുന്നാൽ മതി, മോഹൻലാൽ കൊണ്ടുപോയിക്കോളും നമ്മളെ എന്ന് പറയുന്ന അത്. അപ്പോൾ അവർക്കും ശോഭനയ്ക്കായാലും തരുൺമൂർത്തിക്കായാലും ലാലേട്ടൻ എന്ന് പറയുന്ന നടൻ്റെ സ്റ്റാർഡം കൃത്യമായിട്ട് അറിയാം. അതിനനുസരിച്ച് തന്നെ ആയിരിക്കാം ഈ ചിത്രം മുന്നോട്ട് നീങ്ങുന്നത്. പിന്നെ എല്ലാവരും ഈ ദൃശ്യം കണ്ട ഒരു സീരിയസോടെയാണ് ചിത്രം കാണാൻ പോകുന്നതെങ്കിൽ ഞാൻ പറയുന്നത് ഒരു കാരണവശാലും അങ്ങനെ ചെയ്യുകയോ ചെയ്യരുത്. കാരണം ദൃശ്യമല്ല തുടരുമെന്ന ചിത്രം, ചിലപ്പം ദൃശ്യത്തിന് മുകളിലായിരിക്കാം, അല്ലെങ്കിൽ ദൃശ്യത്തിന് താഴെയായിരിക്കാം. അപ്പം ദൃശ്യമായിട്ട് വേറെ ഒറ്റ ചിത്രമായിട്ട് തുലനം ചെയ്ത് നോക്കാനേ പോകത്തില്ല. നമ്മുടെ മണ്ണിലിറങ്ങി നിൽക്കുന്ന ലാലേട്ടനെ കാണാൻ പറ്റും എന്നുള്ള സന്തോഷമാണ് ഞാൻ ഈ ചിത്രം കാണാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പം നിങ്ങളും വളരെയധികം സന്തോഷത്തിലാണ് എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം ഈ 1 കോടി രൂപ പ്രീഫെയിൽ അനത്തിൽ തന്നെ കിട്ടിയെന്നൊക്കെ പറയുമ്പോൾ പലരും ഇതിൻ്റെ താഴെ കമൻറ്റുമായിട്ട് വരാം അല്ലേ. കമൻറ്റുമായിട്ട് വരട്ടെ. നമ്മൾ കള്ളമായിട്ടൊന്നും പറയുന്നില്ലല്ലോ, നമ്മൾ പറയുന്നതെല്ലാം സത്യമല്ലേ. ഈ കള്ളം വളച്ചൊടിച്ച് അത് ആടിനെ പട്ടിയാക്കുന്നതും പട്ടിയെ ആടാക്കുന്നതൊക്കെ മറ്റു ചിലരാണല്ലോ. പിന്നെ നമ്മൾ അതിന് കൃത്യമായിട്ട് ഉത്തരം പറയുന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മളോട് ദേഷ്യവും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാനെത്താം. ഓക്കെ ബൈ.